പല കാര്യത്തെക്കുറിച്ചും നമ്മള് ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞ ടെൻഷൻ അടിക്കാറ്. വീടിന്റെ ചുറ്റും ഗർഭിണിയായ ഒരു പൂച്ച നടന്നിരുന്നു. അതിന് പ്രസവിക്കേണ്ട സമയം ആയിരിക്കുന്നു. അപ്പൊ അതിനുള്ള സൗകര്യം എന്റെ ഭാര്യ പരമാവധി ഒരുക്കിയിരുന്നു. വാതിലിന്റെ ഒരു ഭാഗം അടച്ചിടാതിരിക്കുക, അതിന് വേണമെങ്കിൽ കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയിരിക്കെ അടുത്ത വീട്ടിൽ ഇതിനേക്കാൾ സൗകര്യമുള്ള ഒരു സ്ഥലം കണ്ടപ്പോ പൂച്ച പ്രസവിച്ചു. അടുത്ത വീട്ടിൽ നിന്ന് ഫോൺ വന്നു, പൂച്ച പ്രസവിച്ചു. കുടുംബത്തിലെ ഒരു അംഗത്തെ പ്രസവിക്കാൻ ആശുപത്രിയിലാക്കിയതിനേക്കാൾ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഞാനും ആ പൂച്ചയായിട്ട് അങ്ങനെ കണക്ഷനുണ്ടോ ഇല്ല എന്നുള്ളത് ഊഹിക്കാമല്ലോ. ഞാൻ ചോദിച്ചു, എത്ര കുട്ടികളാ? 2 കുട്ടികളാന്ന് ഇപ്പൊ പറഞ്ഞു. പല കാര്യത്തെ ചൊല്ലിയും ഭാവിയെക്കുറിച്ചും ചുറ്റുമുള്ളതിനെ കുറിച്ചൊക്കെ ടെൻഷൻ നാം അടിക്കുമ്പോൾ വളരെ വലിയൊരു പ്രപഞ്ച ശക്തി ഇതിനെയൊക്കെ നിശ്ചയിക്കുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ ചീത്ത പറഞ്ഞു. എന്റെ തലയിലതൊക്കെ. ആ പൂച്ചയ്ക്ക് സുഖപ്രസവം ഉണ്ടാക്കിയത് എന്റെ കഴിവാ, എന്റെ ബുദ്ധിയാ. നമ്മുടെ ബുദ്ധിയും കഴിവും കൊണ്ടാണോ ഇപ്പൊ ഓരോരുത്തരും ജീവിക്കുന്നത്? കുട്ടികൾക്ക് കുറച്ച് ചോറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ആ കുട്ടി വളരുന്നത് നമ്മളാണ് അതിന്റെ പിറകില്. നമുക്ക് എന്ത് ശക്തിയാണുള്ളത്? ഒരു കൃത്യം 30 കൊല്ലം മുമ്പേ ഒരു ചടങ്ങിൽ പങ്കെടുത്തു. എന്റെ പ്രസംഗത്തിന് ശേഷം ഒരു ഡോക്ടർ എയ്ഡ്സ് എന്ന രോഗത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, ഇങ്ങനെ പെരുകുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ആശുപത്രികളിലും എയ്ഡ്സ് രോഗികളാവുമല്ലോ, എന്നാ തകയോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നോക്കി എന്നല്ല ഇപ്പൊ കഴിയണത്. വർഷം എത്ര കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ എല്ലാ ആശുപത്രികളും നിറയലൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ കുട്ടികൾ പെരുകിയാൽ എവിടെ ചെന്ന് അവസാനിക്കും എണ്ണം? അങ്ങനെ പെരുകൂല്ല. ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന മഹാബോധം എന്നൊരു കാര്യമുണ്ട്. നമ്മളുടെ ഈ ബുദ്ധിയൊക്കെ ബോധം എന്നൊക്കെ വിളിച്ചോ. മഹാബോധം ഇതൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. ആ മഹാബോധത്തിന്റെ കളികളെ പറ്റി നമ്മൾ ചിന്തിക്കണ്ട. ആ മഹാബോധത്തിന് 4 പട്ടിക്കുട്ടികളുണ്ട്. ആ 4 പട്ടിക്കുട്ടികളില് 2 ഇപ്പൊ ഇവിടെ മതി, ബാക്കി 2 തീർക്കണം. മഹാബോധത്തിനറിയാം. പിന്നെ എന്തിനെ ഈ പട്ടി പ്രസവിച്ച ചോദ്യമില്ല. അകലെയുള്ള സ്ഥലത്ത് നിന്ന് നായകൾ സംഘമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നു പട്ടിക്കുട്ടിയെ കൊല്ലാൻ. അവരെങ്ങനെ ആശയവിനിമയം നടത്തി? കോഴിക്കോട് മാങ്കാവില് ഒരു പട്ടി വെച്ചിട്ടുണ്ട്. ഇന്നാളുടെ വീട്ടുമുറ്റത്താണ് കിടക്കുന്നത്. അതിലത്തെ കുട്ടികളെ നമുക്ക് കൊന്നുവരാന്ന് പറഞ്ഞിട്ട് ബേപ്പൂരിന്ന് നായ വരും. അവര് തമ്മിൽ സംസാരിച്ചു. സിനിമയിൽ കാണുന്ന ഗുണ്ടകളെ പോലെ ഈ നായകള് സംഘമായിട്ട് വന്നിട്ട് അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു പോകും. മഹാബോധത്തിന്റെ കാര്യത്തിൽ ചില ദുഷ്ടശക്തികളെ കുറിച്ച്
എന്റെ വീട്ടിൽ വന്ന ഒരാൾ സംഭാഷണ മധ്യേ പറഞ്ഞു, പഞ്ചഭൂതത്തിന്റെ ശക്തികൾ തന്നെ ആ ദുഷ്ടശക്തികളെ തീർക്കും. ആലോചിച്ചു നോക്കിയാൽ മഹാബോധം, ഒരു കുട്ടി ജനിക്കുമ്പോ മഹാബോധം എന്തോ കണ്ടിട്ടുണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ. നാം ഇപ്പൊ വിചാരിക്കുന്നത് ഇതിന്റെ അർത്ഥം ഉത്തരവാദിത്തം നമ്മൾ ചെയ്യണ്ടെന്നല്ല കേട്ടോ. കുട്ടി ജനിച്ചു, അച്ഛനും അമ്മയൊക്കെ മഹാബോധം നോയിക്കോളും എന്ന് പറയണമെന്നല്ല. ഒടുവിൽ ഇത് മുഴുവൻ വന്നിട്ട് മഹാബോധത്തിനറിയാം ഇത്ര ജനതയെ ഇവിടെ ഉണ്ടാവുള്ളൂ. അരി ഇടുന്നവർക്ക് ഏകദേശം അറിയാലോ. ഊണയിക്കാൻ വരുന്നവരത്ര അറിയില്ല. അരി ഇടുന്നവർക്ക് ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്നലെ സ്കൂൾ ഒഴിവാണ്, ഇത്ര പേര് കൂടുതലുണ്ടാവും, വിളിച്ചിരിക്കുന്ന ഇത്ര പേരാന്നൊക്കെ പറഞ്ഞാലും ശരി, അത്ര പേരൊന്നും വരില്ല. അവരരി ഇടുന്നത് കറക്റ്റാവും. മഹാബോധവുമായിട്ട് കണക്ട് ചെയ്ത വ്യക്തികളെ പറ്റിയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരുടെ അടുത്ത് ചെല്ലും, എന്നിട്ട് പറയും ഇന്ന് എത്ര പേര് ഗുണിക്കാൻ വരും, എത്ര പേർക്ക് അരി എടുക്കണം. അദ്ദേഹം പറയും എത്ര പേർക്ക് അരി കൊടുത്തു, ഏകദേശം കറക്റ്റാവും. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, ഇപ്പൊ തന്നെ വളരെ വിഷമത്തില് മയക്കുമരുന്നുകളെ കുറിച്ച് പറഞ്ഞുമ്പോ ഒരു വ്യക്തി വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞപ്പോ എനിക്ക് സങ്കടം തോന്നി. ഈ രീതി പോയി അവിടെ എത്തും. നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് വളരണ്ടേ? ഓരോ കുട്ടിയും ഇത്ര മാരകമായിട്ടുള്ള മയക്കുമരുന്ന് കൊടുത്ത് എന്തതിന്റെ അവസാനം? എന്തോ പ്രകൃതി കണ്ടിട്ടുണ്ട്. കാറ്റ് വന്നിട്ട് ജനങ്ങൾ കാറ്റത്ത് പറന്നിട്ട് ഡെഡ് ബോഡി കരിമ്പനയുടെ മുകളിൽ. ആന്ധ്രാപ്രദേശിൽ ഉണ്ടായതാ. ഒരു തവണ കൊടുങ്കാറ്റ് വന്നിട്ട് ഇത്രയേറെ പെറ്റുപെരിയാൽ എന്തു സംഭവിക്കും നമ്മൾ പറയും. ചില ജീവജാലങ്ങളെ കൊന്നു തിന്നുന്നതിന്റെ ന്യായീകരണം നമ്മൾ പറയും. അയ്യോ, നമ്മൾ കൊന്നു തിന്നില്ലെങ്കിലേ പ്രകൃതിയുടെ ഇക്വിലിബ്രിയം തെറ്റും. നിങ്ങൾ കൊല്ലും വേണ്ട, തിന്നും വേണ്ട. ആ മഹാബോധത്തിന് അറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വായിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ത്രീകളും പുരുഷന്മാരും തുല്യമാവണമല്ലോ. അപ്പോഴാണല്ലോ പുതിയ പ്രജകൾ ഇവിടെ ഉണ്ടാവുക. ചില ജീവജാലങ്ങളിൽ ഉള്ളത് മുഴുവൻ മെയിൽ. അപ്പൊ ലക്ഷക്കണക്കിൽ മെയിൽ, ഫീമെയിൽ ഇല്ല. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ്, ഇനി സന്താനങ്ങൾ ഉണ്ടാവില്ല, ഒക്കെ മെയിലല്ലേ, ഫീമെയിൽ ഇല്ല. പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമായി പറഞ്ഞു. പെട്ടെന്ന് പ്രകൃതി ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ മെയിൽ എന്ന് പറയുന്നതിലത്തെ നല്ലൊരു ശതമാനത്തിനെ ഫീമെയിലാക്കി മാറ്റും. അത്രയും പേര് സ്ത്രീയായിട്ട് മാറും. വിശാലമായൊരു വീക്ഷണത്തിലേക്ക് വന്നാൽ മഹാബോധം എല്ലാം കാണുന്നു. മഹാബോധത്തിന്റെ കയ്യിൽ ശരിക്ക് കണക്കുകളുണ്ട്. നിസ്സാരനായ നാം മഹാബോധത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ഓരോന്ന് പറയുകയും ദുഃഖിക്കുകയും ചെയ്യും. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.